ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ജെൻഡർ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന ഭാഗത്തെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഭാഗമാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ചാല്, സാമൂഹ്യ ശാസ്ത്രജ്ഞര് ലിംഗപഠനത്തെ എങ്ങനെ സമീപിക്കുന്നു, അതുപോലെ തന്നെ ലിംഗം നിർവചിക്കുകയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചട്ടക്കൂടുകൾ തിരിച്ചറിയുക, അതുപോലെ തന്നെ അന്തർദേശീയ വികസനത്തിൽ ലിംഗഭേദം മുഖ്യധാര മെയിൻ സ്ട്രീം എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മുൻപത്തെ ആ ബ്ലോക്കിൽ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞിരുന്ന എന്താണ് ദളിത് ഫെമിനിസം, ബ്ലാക്ക് ഫെമിനിസം, അല്ലെങ്കിൽ അവർ തുടർന്ന് പോന്നിരുന്ന സ്ത്രീ പ്രസ്ഥാനങ്ങള്, അതുപോലെ തന്നെ മോഡേൺ ഫെമിനിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഫെമിനിസത്തെ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനും അതുപോലെ അവരെ കൂടുതലായിട്ടും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടുതലായിട്ടും പ്രാധാന്യം അർഹിച്ചു വരുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മുമ്പത്തെ യൂണിറ്റിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയ ശേഷം ഈ സാമൂഹിക ജീവിതം വികസിക്കുന്ന കേന്ദ്രീയ ഏകീകൃത തത്വങ്ങളിൽ ഒന്നാണ് ലിംഗഭേദം എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോ സാമൂഹിക സ്ഥാപനങ്ങളിലൂടെയുള്ള ലിംഗനിർമ്മാണത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇനി നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ലിംഗഭേദ മുഖ്യധാര, അതുപോലെ ലിംഗനിർമ്മാണം, സാമൂഹികവൽക്കരണം, ലിംഗനയം, സമത്വം തുടങ്ങിയവയാണ്. ഇനി നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സാമൂഹിക സ്ഥാപനങ്ങളിലെ ലിംഗഭേദത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇത് ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ ഒരു ഏക സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തോടെയാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത്. അതായത് ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തില് ഒരു ഏകയായി നിൽക്കുന്ന ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ചത് ഓർക്കുക. അതായത് ലിംഗഭേദം എന്നത് സാമൂഹ്യ പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വ്യത്യസ്തമാക്കുന്ന സാമൂഹിക സമ്പ്രദായങ്ങളുടെ ഒരു സംവിധാനമാണ് ലിംഗഭേദം എന്ന് ആണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ വ്യക്തികളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ലിംഗഭേദം ഉള്ള ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്ന സാമൂഹിക ആചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തിരുന്നത്. അതായത് സമൂഹത്തിൽ നിന്നുമാണ് ഒരു ലിംഗഭേദം എന്ന ഒരു കൺസെപ്റ്റ് ഉയർന്നു വന്നത് എന്നാണ് നമ്മൾ ഇത്രയും ചർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ലിംഗഭേദം ഉൾക്കൊള്ളുന്ന സാമൂഹിക ആചാരങ്ങൾ വ്യക്തിഗത തലത്തിൽ കർശനമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഈ സാമൂഹിക സമ്പ്രദായങ്ങൾ സാമൂഹിക ബന്ധങ്ങളെയും ഇടപെടലുകളെയും രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവ ഓർഗനൈസേഷനുകളും സ്ഥാപനങ്ങള് തുടങ്ങിയ പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് സാമൂഹിക ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ സാമൂഹിക ജീവിതത്തിന്റെ ഭൂരിഭാഗം ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു. ബിസിനസ് സ്ഥാപനങ്ങള് അല്ലെങ്കിൽ ഗവൺമെന്റ്, സംഘടിത അല്ലെങ്കിൽ അസംഘടിത മേഖലകൾ എന്നിങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ആളുകൾ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ മുതൽ പ്രീ സ്കൂള്, ഹൈസ്കൂൾ മുതൽ കോളേജ് വരെ തുടർന്ന് ബിരുദമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് സമാന്തരമായിട്ട് അവർ പള്ളികളിലോ അയൽക്കൂട്ടങ്ങളിലോ പോലുള്ള സന്നദ്ധ സംഘടനകളിലൊക്കെ അംഗങ്ങളാണ്. വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ആളുകൾ അനുഭവിക്കുന്ന പല ഇടപെടലുകളും ഓർഗനൈസേഷനുകൾക്കുള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അതായത്
ജെൻഡർ, അതായത് പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? സാമൂഹിക സ്ഥാപനങ്ങളിലെ ലിംഗ ഭേദത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. അപ്പൊ പലതരത്തിലുള്ള സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ. പല സ്ഥാപനങ്ങളിലും എന്താണ്, ഓരോ വ്യക്തികളും ജോലി ചെയ്യുന്നുമുണ്ട്. എന്നാൽ കുറെ പേരുകൾ എന്താണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സംഘടിത അല്ലെങ്കിൽ അസംഘടിത സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അത് കൂടാതെ തന്നെ എന്താണ്, മറ്റുള്ളവർ എന്താണ്, പള്ളികളിൽ കൂടുന്നു, അതുപോലെ അയൽക്കൂട്ടങ്ങളിൽ കൂടുന്നു, തുടങ്ങിയ സന്നദ്ധ സംഘടനകളിലൊക്കെ എന്താണ്, പ്രസ്ഥാനങ്ങളിൽ കൂടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പല ഇടപെടലുകളും ഓർഗനൈസേഷനുകൾക്കുള്ളിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി തലത്തിലുള്ള സംഘടനയുടെ ഭാഗമാണ് അല്ലെ. ഓരോ വ്യക്തിയും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ നിലകൊള്ളുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം പിന്തുടരാൻ സ്ഥാപിതമായിട്ടുള്ള ഒരു സാമൂഹിക യൂണിറ്റ് ആണ് ഒരു സ്ഥാപനം എന്ന് ആണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എന്താണ്, ഓർഗനൈസേഷനുകൾക്ക് അതിൻ്റെതായ അതിരുകള്, നിയമങ്ങള്, നടപടിക്രമങ്ങള്, ആശയവിനിമയ മാർഗങ്ങള് തുടങ്ങിയവയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ലിംഗ അസമത്വത്തിന്റെ ഉൽപാദനത്തിലും അതിന്റെ പുനരുൽപാദനത്തിനും ഓർഗനൈസേഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക സമ്പ്രദായങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ്. നിർദ്ദിഷ്ട സാമൂഹിക ലിംഗ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് മൂല്യങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും റോളുകളുടെയും സാമൂഹികമായി അംഗീകൃത സംവിധാനവും ഇന്ന് എന്താണ്, നിലവിലുണ്ട്. പ്രശസ്തരായ കേസ്ലറും മെക്കനെയും അഭിപ്രായപ്പെടുന്നത് എന്താണ്, ലിംഗഭേദം എന്നത് പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും മാനസികവും സാമൂഹികവും സാംസ്കാരികവുമായ വശങ്ങൾ ആണ് എന്നതാണ്. ഇനി സാമൂഹിക സ്ഥാപനങ്ങൾ എന്നത് മനുഷ്യ ഇടപെടലിന്റെ ഫലമായിട്ട് നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്. ഇത് കാലക്രമേണ ഈ ബന്ധങ്ങൾ എന്താണ്, സമൂഹത്തിലെ അംഗത്വ ജീവിതം, അവരുടെ സ്വപ്നങ്ങള്, സന്തോഷം എന്നിവ പിന്തുടരാൻ അനുവദിക്കുന്ന പ്രവചനാതീതമായ പാറ്റേണുകളെയൊക്കെ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നത് സമൂഹത്തിലെ മനുഷ്യരുടെ കേന്ദ്ര ആവശ്യങ്ങളെ കുറിച്ചുള്ള പെരുമാറ്റ രീതികളാണ്. രണ്ടാമതായിട്ട്, എല്ലാ സമൂഹങ്ങളിലും കുടുംബം എന്ന സ്ഥാപനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ സാമൂഹിക സ്ഥാപനങ്ങൾ എന്താണ്, സാമൂഹിക പാറ്റേണുകളാണ്. അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ പ്രകടനത്തിൽ എന്താണ്, മനുഷ്യരുടെ ക്രമാനുഗതമായ പെരുമാറ്റം നയിക്കുക എന്നതാണ് ഈ സാമൂഹിക സ്ഥാപനങ്ങളുടെ പാറ്റേണുകളാണെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത്, ആചാര അനുഷ്ഠാനങ്ങളുടെ വികാസത്തിലൂടെയാണ് സ്ഥാപനപരമായ ആചാരങ്ങളുടെ തുടർച്ച കൂടുതൽ ഉറപ്പ് നൽകുന്നത്. നെക്സ്റ്റ്, സ്ഥാപനങ്ങളുടെ കേന്ദ്രവശങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളാണ്. അത് അവർ നിർവഹിക്കുകയും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി സ്ഥാപിച്ച പാറ്റേണുകളാണ്. അടുത്തത്, അംഗങ്ങളുടെ മേലുള്ള സ്ഥാപനങ്ങളുടെ അവകാശവാദം, ലോയൽറ്റി എന്നറിയപ്പെടുന്നു. അടുത്തത്, ഒരു സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ പരസ്പര ആശ്രിത പാറ്റേണിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന സവിശേഷതകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അംഗങ്ങളുടെ പദവിയും റോളും വഴിയാണ് സ്ഥാപനങ്ങൾ കൂടുതലായും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് അതിലെ ഓരോ അംഗത്തെയും സ്വാധീനിക്കാൻ സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഒരു സാമൂഹിക സ്ഥാപനം പുരുഷാധിപത്യം ഉള്ളതാണെങ്കിൽ അത് ഏകലിംഗ പ്രാധാന്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. തീർച്ചയായും എന്താണ്, അത് പുരുഷാധിപത്യത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളായിരിക്കും. ഇപ്പൊ ഒരു സ്ഥാപനം കൂടുതലായിട്ടും പുരുഷാധിപത്യത്തിന്റെ തരത്തിലുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെയാണ് എടുത്തു കാണിക്കുന്നതെങ്കിൽ ആ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും എന്താണ്, ഒരു പുരുഷാധിപത്യത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ ആയിരിക്കും അത് എടുത്തു കാണിക്കുന്നത്. ഈ പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രങ്ങൾ എന്താണ്, ചൂഷണത്തിന്റെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് സ്ത്രീകളെയും ന്യൂനപക്ഷങ്ങളെയും അടിച്ചമർത്തുന്നതും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ളതുമായിരിക്കും എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളിലെ ലിംഗഭേദത്തിന്റെ വികസനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്താണ്, കുടുംബം, അതായത് ഫാമിലി എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു വാക്കിന് അർത്ഥം എന്താണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക. അതായത് കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം എന്നത്
വ്യത്യസ്ത ധാരണകളിലുള്ള വ്യത്യസ്ത ആളുകൾ അടങ്ങുന്ന ഒരു ഇടം. അതായത് വ്യത്യസ്ത ആളുകൾ അടങ്ങുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ധാരണകളുള്ള പലതരം വ്യത്യസ്ത വ്യക്തികൾ അടങ്ങുന്ന ഒരു ഇടമാണ് എന്ത്, കുടുംബം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽ എല്ലാവർക്കും എന്താണ്, ഓരോ വ്യക്തിയും യൂണീക്ക് ആയിരിക്കും അല്ലെ, ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കുറെ വ്യക്തികൾ അടങ്ങുന്ന ഒരു ഇടമാണ് എന്ത്, കുടുംബം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ എന്താണ്, രക്തബന്ധം അല്ലെങ്കിൽ ലൈംഗിക ഇണചേരൽ അല്ലെങ്കിൽ നിയമപരമായ ബന്ധങ്ങൾ എന്നിവയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഗാർഹിക ഗ്രൂപ്പാണ് എന്ത്, കുടുംബം എന്നത്. ഇനി മാക്ലെവറിന്റെ അഭിപ്രായത്തില് കുടുംബം എന്നത് എന്താണ്, ലൈംഗിക ബന്ധത്താൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇത് കുട്ടികളുടെ പ്രത്യുൽപാദനത്തിനും വളർത്തലിനും ആവശ്യമായത്ര കൃത്യത്വം നിലനിർത്തുന്നതുമാണ് എന്നാണ് നമ്മളുടെ മാക്ലെവറിന്റെ അഭിപ്രായത്തിൽ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾ കുടുംബം എന്ന് പരാമർശിക്കുമ്പോൾ പലപ്പോഴും ധരിച്ചിരിക്കുന്ന എന്താണ്, ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ഒരു ആധുനിക അണുകുടുംബം എന്നതാണ്. ഘടന അതായത് അണുകുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം അങ്ങനെയുള്ള പല ഘടനകളും ഉണ്ടല്ലേ. അപ്പൊ ഈ ഘടന എന്ത് തന്നെ ആയാലും എന്താണ്, കുടുംബം ഒരു പക്ഷേ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളിലും ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ഏറ്റവും കൂടുതൽ സമൂഹത്തില് ഒരു വ്യക്തിയെ തന്റെ സ്വഭാവ സവിശേഷതകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ നിർണയിക്കപ്പെടുന്ന ആദ്യത്തെ ഒരു സ്ഥാപനമാണ് എന്ത്, കുടുംബം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു വികസിത സ്വഭാവവും സ്വാഭാവികവും ജൈവപരവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് സമൂഹത്തിൽ പ്രവർത്തനപരമായ പങ്ക് ചരിത്രപരമായും സാംസ്കാരികമായും വ്യത്യസ്തമായ കോൺഫിഗറേഷനുകൾ ഉള്ള ഒരു സാമൂഹിക നിർമ്മിതിയായാണ് കുടുംബത്തെ കാണുന്നത്. മിക്ക കേസുകളിലും എന്താണ്, കുടുംബം എന്ന സ്ഥാപനം അതിന്റെ പുരുഷാധിപത്യ സ്വഭാവം കാരണം ഒരു സമയത്ത് ഉത്കണ്ഠകളും ആശങ്കകളും ഉളവാക്കുന്നു എന്നതാണ്. കുടുംബം എന്നത് ഒരു സവിശേഷമായ സാമൂഹിക സ്ഥാപനമാണ്. അതിന് കടന്നു പോകാവുന്നതോ മതിയായതോ ഒരു പകരക്കാരൻ ഇല്ല. കുടുംബം എന്നത് എപ്പോഴും ഒറ്റ ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതിനൊരു പകരക്കാരൻ എന്ന് പറയാനായിട്ട് മറ്റൊരു സ്ഥാപനം ഇതുവരെ നിലവിൽ ഇല്ല എന്നതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സാമൂഹിക സംഘടനയുടെ അടിസ്ഥാനപരമായ ഒരു യൂണിറ്റ് ആണ് എന്ത്, കുടുംബം എന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വികാസത്തിലും സാമൂഹികവൽക്കരണ പ്രക്രിയയിലും ഇത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കുടുംബത്തെയും ലിംഗഭേദത്തെയും അതിന്റെ പ്രത്യേകതകൾ കൊണ്ട് തിരിച്ചറിയുകയാണെങ്കിൽ എന്താണ്, എല്ലാ മനുഷ്യ സമൂഹത്തിലും കുടുംബം എന്നത് ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. അപ്രതിരോധ്യമായ ലൈംഗിക ആവശ്യം, പുനരുൽപാദനത്തിനുള്ള ത്വര, പൊതുവായ സാമ്പത്തിക ആവശ്യങ്ങൾ എന്നിവ ഈ സാർവത്രികയ്ക്ക് കാരണമാകുന്നു എന്നതാണ്. കുടുംബം പുരുഷാധിപത്യമാണ് എങ്കിൽ അതിൽ പുരുഷന്മാരുടെ ശ്രേഷ്ഠതയും എന്തായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. കുടുംബം എന്നത് എന്താണ്, പല വികാരങ്ങളിലും അധിഷ്ഠിതമാണ്. ഇത് നമ്മുടെ ഇണചേരൽ, സന്താനോൽപാദനം, മാതൃഭക്തി, സാഹോദര്യ സ്നേഹം, മാതാപിതാക്കളുടെ പരിചരണം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്നേഹം, വാത്സല്യം, സഹാനുഭൂതി, സഹകരണം, സൗഹൃദം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആചാരങ്ങൾ, അതുപോലെ മതപരമായ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ മുതലായവയിലൂടെ ഒരു കുടുംബത്തിൽ പുരുഷാധിപത്യ സങ്കല്പങ്ങൾ പലപ്പോഴും നിലനിർത്തപ്പെടുന്നു എന്നതാണ്. കുടുംബം സാധാരണയായി വലുപ്പത്തിൽ ചെറുതാണ്. എന്നാൽ ഒരു പ്രാഥമിക ഗ്രൂപ്പ് എന്ന നിലയിൽ അതിന്റെ വലിപ്പം എന്താണ്, പരിമിതമാണ്. കുടുംബം ഏറ്റവും ചെറിയ സാമൂഹിക യൂണിറ്റ് ആയതിനാൽ ഓരോ യൂണിറ്റിന്റെയും സ്വഭാവം മുഴുവൻ സമൂഹത്തിന്റെയും സ്വഭാവത്തെ രൂപപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഇനി കുടുംബത്തിലെ അംഗങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. പുരുഷാധിപത്യ സമൂഹങ്ങളിൽ നിഷ്ക്രിയത്വം, കീഴ്വഴക്കം, ത്യാഗം മുതലായവ പുണ്യത്തോടുള്ള പ്രവർത്തനപരമായ കർമ്മങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ കുടുംബത്തിൽ നാം പഠിക്കുന്ന ലൈംഗിക മനോഭാവങ്ങളും പെരുമാറ്റ രീതികളും സാമൂഹിക മാനദണ്ഡങ്ങളെ പ്രതിഫലിപ്പിക്കുകയും നമ്മുടെ ലൈംഗിക സ്വഭാവത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ അവരുടെ ലൈംഗിക അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താനൊക്കെ ആയിട്ട് പഠിക്കുന്നത്.
ഇനി പുരുഷാധിപത്യ സമൂഹങ്ങളില് സ്ത്രീയുടെ ഭാഗത്ത് നിന്നുള്ള വ്യക്തമായ ഒരു ലൈംഗിക പ്രവണതകളെ പാപമായാണ് കണക്കാക്കപ്പെടുന്നത്. മിഷേൽ ഫൂക്കോയെ പോലുള്ള ഫ്രഞ്ച് ചിന്തകർ ഈ വശം വളരെ ആഴത്തിലുള്ള തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിയെയും സാമൂഹികവൽക്കരിക്കുക എന്ന ഗുരുതരമായ ഉത്തരവാദിത്വം കുടുംബം എന്ന ആ ഒരു പ്രസ്ഥാനം നിർവഹിക്കുന്നു എന്നതാണ്. അതുപോലെ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളുമായി പൊരുത്തപ്പെടാൻ കുടുംബം എന്താണ് കുട്ടികളോട് പറയുന്നു. സംസ്കാരങ്ങളുടെ കൈമാറ്റം, അംഗത്വം മാറ്റിസ്ഥാപിക്കൽ, ശാരീരിക പരിപാലനം എന്നിവയ്ക്കുള്ള ഒരു ഉപകരണമായി കുടുംബം സമൂഹത്തെ സേവിക്കുന്നു. പരോക്ഷമായി കുടുംബം ഒരു ഭിന്നലിംഗ യൂണിറ്റ് ആണെന്ന് അനുമാനിക്കപ്പെടുന്നു. കുടുംബത്തിനുള്ളിൽ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റോളുകൾ ശ്രദ്ധാപൂർവം ആണ് വിഭജിച്ചിരിക്കുന്നത്. സ്ത്രീകൾ എന്താണ് അമ്മമാരും കുടുംബ സംരക്ഷകരുമാണ്. എന്നാൽ പുരുഷന്മാർ പിതാവും ഉപജീവനക്കാരുമാണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ആളുകൾക്ക് അവരുടെ പെരുമാറ്റത്തെയും വിശ്വാസത്തെയും നയിക്കുന്ന സ്ക്രിപ്റ്റുകൾ നൽകുന്നു. ഈ വ്യവസ്ഥാപിത ശക്തികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആർക്കും സാധിക്കില്ല. അതുപോലെ പ്രബലമായ സാംസ്കാരിക വീക്ഷണങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത കുടുംബങ്ങൾ പോലും അവരുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അവയോട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ കുട്ടിക്കാലത്തെ സാമൂഹികവൽക്കരണ രീതികള്, വിവാഹം അല്ലെങ്കിൽ സഹവാസം, രക്ഷകർത്തൃത്വം, വീട്ടുജോലികൾ തുടങ്ങിയ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലെ ലിംഗവ്യത്യാസങ്ങളിലൊക്കെ സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് കുട്ടികളിലെ ലിംഗനിർമ്മാണം, അതായത് ജെൻഡർ കൺസ്ട്രക്ഷൻ ഇൻ ചിൽഡ്രൻ എന്നത് എന്താണെന്നാണ്. ആൺകുട്ടിയോ പെൺകുട്ടിയോ, അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെയും അതുപോലെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതുമായ ഒരു ആദ്യത്തെ ചോദ്യമായിരിക്കും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നത്. എന്തുകൊണ്ടാണ് ഇത് ശരിയാകുന്നത് എന്നതിന്റെ ഏറ്റവും ലളിതമായൊരു വിശദീകരണം എന്നത് കുട്ടിയുടെ ലിംഗഭേദം അവനെ കുറിച്ചോ അല്ലെങ്കിൽ അവളെ കുറിച്ചോ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സൂചന നൽകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവനോട് അല്ലെങ്കിൽ അവളോട് ഒരു കുട്ടിയുടെ ലിംഗഭേദ വിവരങ്ങൾ, അവളുടെ പെരുമാറ്റം, വ്യക്തിത്വം എന്നിവയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള ഈ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നാണ് കൂടുതലായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം സൂചിപ്പിക്കുന്ന പിന്നീടുള്ള അവരുടെ സമൂഹത്തിനോടുള്ള സമീപനങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളൊക്കെയാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് ആശയവിനിമയത്തിനായി ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇത് ചെയ്യുന്നത്. ഈ സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു നവജാത ശിശുവിൽ പോലും ആളുകൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഒരു പ്രധാന സാമൂഹിക വിഭാഗം എന്ന നിലയിൽ ലിംഗത്തിന്റെ ശക്തിയെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ സാമൂഹിക സ്ഥാപനങ്ങളിലെ ലിംഗ സ്റ്റീരിയോ ടൈപ്പിംഗ് ഗവേഷകരൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, അതുപോലെ തന്നെ മാതാപിതാക്കൾ തങ്ങളുടെ ആൺപെൺ ശിശുക്കളോടും അതുപോലെ വളരെ ചെറിയ കുട്ടികളോടും വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന രീതിയൊക്കെ പ്രകടമാക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ സാമൂഹിക വൽക്കരണമാണ് സ്വഭാവ സവിശേഷതകളിലും വ്യക്തിത്വ സ്വഭാവങ്ങളിലുമുള്ള മിക്ക ലിംഗ വ്യത്യാസങ്ങളുടെയും പ്രാഥമിക ഉറവിടം എന്നാണ് പറയുന്നത്. ഈ ഒരു വീക്ഷണത്തിന് പിന്തുണ നേടുന്നതിന് ഗവേഷകർ അവരുടെ പെൺമക്കളോടും മക്കളോടും മാതാപിതാക്കൾ വ്യത്യസ്തമായി ബന്ധപ്പെടുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ പഠനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യവൽക്കരണത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്കാണ് കൂടുതലും മുൻഗണനയും അതുപോലെ തന്നെ പരിഗണനയും നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ലിംഗഭേദത്തെ കുറിച്ചുള്ള കുട്ടികളുടെ ഈ അനുഭവം രൂപപ്പെടുന്നതിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചുറ്റുമുള്ള ലോകത്ത് അവര് സന്ദേശങ്ങൾ സ്വന്തമായി ഡീകോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അത്തരത്തിലുള്ള ലിംഗഭേദത്തെ കുറിച്ചുള്ള ഒരു ധാരണകളൊക്കെ കൂടുതലായിട്ടും വൈദഗ്ധ്യം കുട്ടികൾ തന്നെ സ്വയം നേടുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്വയം സാമൂഹികവൽക്കരണം
ശൈശവ അവസ്ഥയിൽ തന്നെ എന്താണ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതുകൊണ്ട് തന്നെ എന്താണ് ഒരിക്കൽ അവർ ഒരു ലിംഗഭേദം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ എന്താണ് സാമൂഹികവൽക്കരണ പ്രക്രിയയിൽ കൂടുതൽ സജീവ പങ്കാളികളാകുന്നു. ഏകദേശം 3 വയസ്സാകുമ്പോഴേക്കും എന്താണ് മിക്ക കുട്ടികളും അവരുടെ സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആണെന്നുള്ള ആ ഒരു ലിംഗഭേദത്തെ സംബന്ധിച്ച് സമാനമോ വ്യത്യസ്തമോ ആയ ഒരു തിരിച്ചറിയലിന് ശ്രമിക്കാനായിട്ട് കഴിയുമെന്നാണ്. അതായത് കൂടുതലായിട്ടും ഒരു 3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് എന്താണ് അവർ ഒരു ഏത് ലിംഗഭേദത്തിലുള്ള ആളുകളാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിയൽ പ്രവർത്തനം നടക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സ്ത്രീയോ പുരുഷനോ എന്ന ഒരു സ്വയം തിരിച്ചറിയാനുള്ള കുട്ടികളുടെ കഴിവ് എന്താണ് കളിക്കൂട്ടുകാരോടുള്ള അവരുടെ മുൻഗണനകളിൽ സ്വാധീനിക്കുന്നു. അവരുടെ ലിംഗഭേദത്തെ കുറിച്ച് ബോധവാന്മാരാകുന്ന കുട്ടികൾ എന്താണ് അവരുടെ വർഗത്തിലുള്ള കുട്ടികളുടെ കളിക്കൂട്ടുകാരെയും അതുപോലെ ലിംഗഭേദം ടൈപ്പ് ചെയ്തിട്ടുള്ള കളിപ്പാട്ടങ്ങളെയും ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഈ സ്റ്റീരിയോ ടൈപ്പുകൾക്ക് ഓരോ ലിംഗം ഭേദവുമായി ബന്ധപ്പെട്ട സവിശേഷതകളെ സൂചിപ്പിക്കാനായിട്ട് കഴിയും. അതായത് പെൺകുട്ടികൾ എന്താണ് സൗമ്യമാണെന്ന വിശ്വാസം, അതുപോലെ ട്രക്കുകൾ ആൺകുട്ടികൾക്കുള്ളതാണ് എന്ന വിശ്വാസം പോലുള്ള ലിംഗഭേദത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ ഇത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നു. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ ഒബ്ജക്റ്റുകൾക്കും പ്രവർത്തനങ്ങൾക്കും ലിംഗഭേദം എന്ന ലേബലുകൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ മുൻഗണനകളും മറ്റുള്ളവരുടെ പ്രതീക്ഷകളും നയിക്കാനായിട്ട് അവർ ഈ ലേബലുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന അതായത് ലിംഗഭേദ വികസനത്തിന്റെ ലിംഗഭേദ വികസനത്തിന് സഹായിക്കുന്ന രണ്ടാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ട ഒന്നാണ് വിവാഹം എന്നത്. അതായത് വിവാഹം എന്നാല് എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് കൂടുതലായും പ്രതിനിധീകരിക്കുന്നത്. ഇത് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ വികസിച്ച ഒരു സ്ഥാപനമാണ്. ഇണചേരുന്ന ജോഡിയെ സാമൂഹികമായി തിരിച്ചറിയാവുന്ന രീതിയിൽ ആചാരപരമായി ബന്ധിപ്പിക്കുന്നത് ചരിത്രത്തിലുടനീളം ജീവിതത്തിന്റെ ആന്തരിക ഭാഗമായ ഒന്നാണ്. അപ്പൊ എന്നിരുന്നാലും വിവാഹം സാർവത്രികമായി നടപ്പാക്കപ്പെടുന്നില്ല. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സാർവത്രികവുമായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് വിവാഹം എന്നത്. പ്രവർത്തനത്തിന്റെയും ഘടനയുടെയും വീക്ഷണകോണിൽ വിവാഹവും കുടുംബവും പരസ്പര ആശ്രിതത്വം ഉള്ള ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാർക്കിന്റെയും യങ്ങിന്റെയും അഭിപ്രായത്തിൽ വിവാഹം എന്നത് പരസ്പരവും അവരുടെ കുട്ടികളുമായുള്ള യോജിപ്പിന്റെ പ്രത്യേക ബന്ധത്തെ നിർണയിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുടെ കൂട്ടായ്മയാണ് എന്നാണ്. വിവാഹം എന്നത് ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തിയുടെ ലൈംഗികപരമായ ആവശ്യങ്ങൾ നിയമപരവും ആചാരപരവുമായ രീതിയിൽ തൃപ്തിപ്പെടുന്നതിനുള്ള സ്ഥാപനമാണ്. അതിനാൽ പ്രാഥമികമായി മനുഷ്യന്റെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് വിവാഹം. സമൂഹത്തിലെ ദീർഘകാല അസ്തിത്വത്തിൽ ഇപ്പറയുന്ന വിവാഹത്തിന്റെ സ്വഭാവവും ഘടനയും പ്രവർത്തനവും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വിവാഹത്തിന്റെ തരവും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനവും ഒരുപോലെ ആകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇതൊക്കെ ആണെങ്കിലും വിവാഹം എന്ന സ്ഥാപനം ഒരു കുടുംബത്തെ പോലെ തന്നെ സാർവത്രികമായ ഒരു സ്ഥാപനമായിട്ടാണ് സമൂഹത്തിൽ നിലകൊള്ളുന്നത്. എല്ലാ സംസ്കാരങ്ങളിലും ലൈംഗികവും സന്താനോൽപാദനപരവുമായ പ്രേരണകളെ സ്ഥാപനപരമായി തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു അംഗീകൃത മാർഗമാണ് വിവാഹം എന്നത്. ചരിത്രപരമായി സാമൂഹിക അംഗങ്ങളെ മാറ്റി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥാപിത സംവിധാനങ്ങൾ പ്രദാനം ചെയ്യുകയും അതുവഴി മനുഷ്യന്റെ നിലനിൽപ്പിന്റെയും സമൂഹത്തിന്റെ തുടർച്ചയുടെയും പ്രധാന മുൻവ്യവസ്ഥകൾ നിറവേറ്റുകയും ചെയ്തതായി ഒക്കെയാണ് നമുക്ക് ഈ വിവാഹം എന്ന ആ ഒരു കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മധ്യകാല സാമൂഹിക മൂല്യങ്ങൾ വികസിപ്പിച്ചെടുത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ മാനദണ്ഡങ്ങൾ ആധുനിക മൂല്യങ്ങൾ കാരണം പിന്നീട് ദുർബലമാവുകയും പ്രണയവും പരസ്പര ആകർഷണവുമാണ് വിവാഹം എന്ന രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അവിടെ കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെയും നിയന്ത്രണം എന്നത് വളരെ ദുർബലമാവുകയും ചെയ്തു. അതുപോലെ തന്നെ വൈവാഹിക ബന്ധങ്ങളിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തെ ദാമ്പത്യ ശിഥിലീകരണം അല്ലെങ്കിൽ ദാമ്പത്യ അസ്ഥിരത തുടങ്ങിയ പേരുകൾ വിളിച്ച് പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ ശ്രമിച്ചു. ജോൺസൺ പറയുന്നത് അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങളുടെ അടിസ്ഥാനം
വിവാഹമോചനത്തോടുള്ള മതപരവും നിയമപരവുമായ സഹിഷ്ണുത, വ്യവസായവൽക്കരണത്തിന്റെ വളർച്ച, നഗരവൽക്കരണം, ജനന നിയന്ത്രണ സൗകര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന സാമൂഹികവും ശാരീരികവുമായ ചലനാത്മകത, ജനസംഖ്യയുടെ വൈവിധ്യം എന്നിവയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ലിംഗഭേദ വികസനത്തിന് സഹായിക്കുന്ന മറ്റൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് എന്നതാണ്. അതായത് നമ്മുടെ സ്വന്തം ബാല്യകാലത്തിലേക്ക് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ വിവരിച്ചിരിക്കുന്ന പാറ്റേണുകളൊക്കെ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഇവിടെ വിവരിച്ചിരുന്ന ആ പാറ്റേണുകളൊക്കെ നിങ്ങളുടെ ബാല്യകാലത്തോട് അനുയോജ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ എന്താണ്, നിങ്ങളുടെ അടുത്ത സ്ത്രീകള് കൂടുതലും പെൺകുട്ടികളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ ബാല്യകാല സൗഹൃദങ്ങളൊക്കെ കൂടുതലായിട്ടും എന്താണ് അവയുടെ ഓർമ്മകളൊക്കെ എന്താണ് കൂടുതലായിട്ടും ആൺകുട്ടികളോട് കൂടെ ഒപ്പമായിരുന്നോ, അതുപോലെ അവരുമായി നിങ്ങൾ ബേസ്ബോൾ അല്ലെങ്കിൽ മറ്റു കായിക വിനോദങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ പലരും കൂടുതലായിട്ടും അതിന് മറുപടി ആയിട്ട് പറയുന്നത് അതെ എന്ന് തന്നെയായിരിക്കും, അല്ലെ? കൂടാതെ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ എന്താണ് പരിഗണിക്കാതെ തന്നെ മറ്റു ലിംഗക്കാരുമായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ബാല്യകാല പ്രായക്കാരെയും നാം എല്ലാവരും എന്താണ് ഓർക്കുന്നുണ്ടായിരിക്കുക. അവർ ലിംഗപരമായ അനുയോജ്യപരമായ പ്രവർത്തനങ്ങളിൽ എന്താണ് താല്പര്യമില്ലാത്തവരാണ്. പ്രവർത്തനങ്ങളിൽ അതായത് വാസ്തവത്തിൽ എന്താണ് ആൺകുട്ടികളോ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന നിലയിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചതിനോട് നമ്മളെ എല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം. അപ്പൊ ഈ വിചിത്രമായ സാമൂഹികവൽക്കരണ അനുഭവങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കണക്കാക്കാം. അതായത് ചില കുട്ടികളുടെ മാതാപിതാക്കളും സമപ്രായക്കാരും ലിംഗഭേദം ഉചിതം എന്ന് കരുതുന്ന രീതികളിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ ഈ സാമൂഹികവൽക്കരണത്തിൽ ചിലതെങ്കിലും നിരസിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് സാമൂഹികവൽക്കരണ പ്രക്രിയയെ കുറിച്ചുള്ള ഏറ്റവും സാധാരണമായ തെറ്റിദ്ധാരണകളിൽ ഒന്ന് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നതാണ്. കുട്ടികൾ എന്താണ് ശൈശവ അവസ്ഥയിൽ നിന്നും പ്രീ സ്കൂള് പ്രായത്തിലേക്കൊക്കെ മാറുമ്പോൾ അവരുടെ കളികളിലും ഇടപെടലുകളിലും വലിയൊരു പങ്കും എന്താണ് സഹോദരങ്ങളും അല്ലെങ്കിൽ അവരുടെ സമപ്രായക്കാരുമായിട്ടുള്ളവരോ പോലുള്ള കുട്ടികളുമായിട്ടായിരിക്കും കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത്. കുട്ടികളുടെ കളിക്കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന് സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ എന്നത് അത്തരത്തിലുള്ള അവരുടെ ആ ഒരു വളർച്ചയിൽ എന്താണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്താണ് സാമൂഹികവൽക്കരണ പ്രക്രിയയിൽ അവരുടെ നേരിട്ടുള്ള പങ്ക് കുറച്ചും കൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമപ്രായക്കാരുമായുള്ള കുട്ടികളുടെ ബന്ധത്തിന്റെ ഏറ്റവും വ്യാപകമായി പഠിക്കപ്പെട്ട ഏകദേശം ഒരു വശം എന്താണ് അവരുടെ ലൈംഗിക വേർതിരിവുള്ള സ്വഭാവം തന്നെയാണ്. ഏകദേശം 3 വയസ്സുള്ളപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ ലിംഗത്തിലുള്ള കളിക്കൂട്ടുകാരോടാണ് കൂടുതലായിട്ട് ഇടപഴകാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്നിരുന്നാൽ എന്താണ് പെൺകുട്ടികളുടെ മുൻഗണനകളാണ് ആദ്യം ഉയർന്നു വന്നത്. കുട്ടികൾ സ്കൂളിൽ പ്രവേശിക്കുമ്പോഴും സ്വവർഗ സമപ്രായക്കാരായുള്ള ഈ മുൻഗണന തുടരുന്നു എന്നതാണ്. അതായത് പൊതുവെ കൗമാരം വരെ ഇത് എന്താണ് നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികളുടെ പിയർ ഗ്രൂപ്പുകളുടെ വേർതിരിവ് നമ്മുടെ സാമൂഹികവൽക്കരണ പ്രക്രിയയുടെ ധാരണയ്ക്ക് സങ്കീർണതയുടെ മറ്റൊരു പാളി കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ഉൾച്ചേർന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളുടെ വിശാലമായ ഇത്തരത്തിലുള്ള ഈ പാറ്റേണുകളൊക്കെ പരിഗണിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഈ ലൈംഗിക പരമായിട്ടുള്ള വേർതിരിവ് കാരണം എന്താണ് സമപ്രായക്കാരിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും ഒരേ ലൈംഗിക സന്ദർഭത്തിൽ നേടിയതാണെന്ന് പറയാനായിട്ട് സാധിക്കും. ആൺകുട്ടികൾ എന്താണ് മറ്റ് ആൺകുട്ടികളാൽ എന്താണ് സാമൂഹികവൽക്കരിക്കപ്പെടുന്നു. അതേസമയം പെൺകുട്ടികളുടെ സാമൂഹികവൽക്കരണം മറ്റു പെൺകുട്ടികൾക്കൊപ്പവും ആണ്. അപ്പൊ ഇവിടെ അവർ പഠിച്ച കാര്യങ്ങളുടെ ഉള്ളടക്കം എന്നത് ലിംഗഭേദം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സാമൂഹികവൽക്കരണം പൂർണ്ണമായും എന്താണ് സ്ഥിരതയുള്ളതോ അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്നതോ ആയ ഒന്നല്ല. അപ്പൊ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ സാമൂഹികവൽക്കരണത്തിന്റെ വിവിധ ഏജന്റുമാരിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചേക്കാം. പിയർ ഗ്രൂപ്പിന്റെ സ്വാധീനം പ്രീ സ്കൂളിൽ ആരംഭിക്കുകയും കുട്ടികൾ സ്കൂളിലൂടെ പുരോഗമിക്കുകയും അവരുടെ സാമൂഹിക ലോകം വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനം കളി, അക്കാഡമിക വിജയം, ജനപ്രീതി, ശരീര പ്രതിച്ഛായ,
വസ്ത്രധാരണം എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ജീവിതചക്രത്തിൽ ഉടനീളം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 1993 തോൺ നടത്തിയ ഗവേഷണത്തിൽ സ്കൂളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലെ ലിംഗ സ്റ്റീരിയോ ടൈപ്പിക് പെരുമാറ്റത്തെയും മനോഭാവത്തെയും എങ്ങനെ തടയാൻ കഴിയുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത്, നാലാമത്തായിട്ട് വരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, അതായത് എഡ്യൂക്കേഷൻ എന്നതാണ്. അപ്പൊ ഇത് വ്യക്തികളെ അവരുടെ ഭാവി റോളുകളിലും സമൂഹങ്ങളിലും തിരഞ്ഞെടുക്കുന്നതിനും അതുപോലെ അനുവദിക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംവിധാനമാണ് എന്താ, വിദ്യാഭ്യാസ സമ്പ്രദായം. എമിൽ ഡർഖീമിന്റെ അഭിപ്രായത്തിൽ ഒരു സമൂഹത്തിനും ഒരു നിശ്ചിത എണ്ണം ആശയങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ, പ്രയോഗങ്ങൾ എന്നിവയുടെ പൊതുവായ അടിത്തറയോടെ നിലനിൽക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസം എല്ലാ കുട്ടികളിലും വിവേചനരഹിതമായി അവർ ഏത് സാമൂഹിക വിഭാഗത്തിൽ പെടുന്നുവോ അതായിരിക്കണം എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു യൂണിസെക്സ് ആയിട്ടുള്ള യൂണിഫോം ആണ്. ഇതില് ലിംഗ നിഷ്പക്ഷതയുടെ മാന്യമായ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോമുകൾ, അതായത് യൂണിസെക്സ് ആയിട്ടുള്ള യൂണിഫോമുകളെയൊക്കെ പറയാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയിലെ ലിംഗ അസമത്വത്തിന്റെ യാഥാർത്ഥ്യം വളരെ സങ്കീർണവും വൈവിധ്യപൂർണവുമാണ്. കാരണം എന്താണ്, അത് പലതരത്തിലും പല മേഖലകളിലും പല ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് വേർതിരിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദശകത്തില് ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന്റെ താക്കോലായി പ്രവർത്തിച്ചു എന്ന് വ്യക്തമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. കൂടാതെ തന്നെ ലിംഗസമത്വത്തിന്റെ ഉന്നമനവും സ്ത്രീകളുടെ ശാക്തീകരണവും ഇന്ത്യ ഒപ്പിട്ട 8 സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളിൽ, അതായത് MDGL, അത്തരത്തിലുള്ള ഈ 8 സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. പ്രാചീന ഇന്ത്യയില് സ്ത്രീകൾക്ക് വലിയ ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു. വേദങ്ങളിലും അല്ലെങ്കിൽ ഉപനിഷത്തുകളില് സ്ത്രീയുടെ സ്ഥാനം എന്നത് അമ്മ, മാതാവ് അല്ലെങ്കിൽ ദേവി എന്നൊക്കെയായിരുന്നു. അതുപോലെ തന്നെ വൈദിക യുഗത്തിന്റെ തുടക്കത്തിൽ എന്താണ്, പെൺകുട്ടികളെ വളരെയധികം കരുതലോടെയൊക്കെയാണ് പരിപാലിച്ചിരുന്നത്. തുടർന്ന് എന്താണ്, ബഹുഭാര്യത്വ സമ്പ്രദായം മധ്യകാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവിയെ അവഹേളിക്കുകയും അവിടെ പർദ്ദ സമ്പ്രദായം, സ്ത്രീധനം, സതി എന്നീ സമ്പ്രദായങ്ങളൊക്കെ നിലവിൽ വരികയും ചെയ്തു. ഇത് കാലക്രമേണ എന്താണ്, പ്രസക്തമായ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായ മുന്നേറ്റങ്ങളൊക്കെ പെൺഭ്രൂണഹത്യയെ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നതിലേക്കൊക്കെ നയിച്ചു എന്നാണ് പറയുന്നത്. ഇത് സ്ത്രീ അനുപാതം കുറയാനൊക്കെ ആയിട്ട് കാരണമായി. അതുപോലെ തന്നെ 2001 സെൻസസ് പ്രകാരം 1000 പുരുഷന്മാർക്ക് 927 സ്ത്രീകൾ എന്നതായിരുന്നു ഇന്ത്യയിലെ ലിംഗാനുപാതം. നമ്മുടെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പലതരത്തിൽ സംഭാവനകൾ നൽകിയിട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്ത്രീകളെ ഒരു സാമ്പത്തിക ബാധ്യതയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഗ്രാഫ് വളരെ ഭയാനകരമായ തോതിലാണ് വർദ്ധിച്ചു വരുന്നത്. ഒരു ഇന്ത്യൻ വിധവയുടെ അവസ്ഥ എന്നത് വളരെ പരിതാപകരമായ ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കുടുംബത്തിന് ഒരു പുരുഷാവകാശിയുടെ ആവശ്യകത, വലിയ സ്ത്രീധനം, ഒരു പെൺകുട്ടിക്ക് തുടർ സാമ്പത്തിക സഹായം, ദാരിദ്ര്യം, ഗാർഹിക പീഡനം, ദരിദ്രരുടെയും ജാതി വ്യവസ്ഥയുടെയും പ്രധാന തൊഴിലായ കൃഷി എന്നിവയാണ് ഈ അസമത്വത്തിന്റെയൊക്കെ പ്രധാന കാരണങ്ങൾ. ഇനി കുടുംബത്തിലും തെരുവില് അല്ലെങ്കിൽ ക്ലാസ് മുറിയില് അല്ലെങ്കിൽ കളിസ്ഥലങ്ങളില് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിരവധിയാണ്. ഉദാഹരണത്തിന് പൊതുവെ ആൺകുട്ടികൾ എന്താണ്, സജീവവും കളിയും അതുപോലെ ആത്മവിശ്വാസവും ധൈര്യവും ഉച്ചത്തിലുള്ളവരും നിയന്ത്രിക്കാൻ പ്രയാസമുള്ളവരുമാണ്. എന്നാൽ പെൺകുട്ടികൾ എന്താണ്, നിഷ്ക്രിയരും സൗമ്യരും നിശബ്ദരും അംഗീകരിക്കുന്നവരും സംതൃപ്തരും അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ എളുപ്പമുള്ളവരുമാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ലിംഗപരമായ ഐഡന്റിറ്റി രൂപീകരണത്തിന്റെ ഈ പ്രക്രിയ എന്താണ്, വ്യത്യസ്തവും വിവേചനപരവുമായ ചികിത്സയൊക്കെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. പെൺകുട്ടികൾക്കുള്ളിലെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കിടയിലെ ഇത്തരത്തിലുള്ള താഴ്ന്ന ഒരു ആത്മസങ്കല്പം എന്താണ്, അവരെ സ്വയം
പ്രകടനത്തിനും അതുപോലെ അവരെ സ്വയം നേട്ടങ്ങളെയും അവർക്കിടെ സ്വയം നേട്ടങ്ങളെയൊക്കെ തടയുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ലിംഗഭേദമില്ലാത്ത പാഠ്യപദ്ധതിയിലെ കുറിച്ചൊക്കെ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ഒരു നയമുണ്ടെങ്കിലും എന്താണ് പക്ഷപാതങ്ങളും സ്റ്റീരിയോ ടൈപ്പുകളും പഠന സാമഗ്രികളിലൂടെയും അവ കൈകാര്യം ചെയ്യുന്നതിലൂടെയും കടന്നു പോകുന്നു എന്ന ആശങ്ക കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമായ ഒന്നാണ്. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യയിൽ ഉള്ളത്. MHRD 2000-2001 പ്രകാരം 191.63 ദശലക്ഷമാണ് എൻറോൾമെന്റ്. അതിൽ 80.54 അല്ലെങ്കിൽ 42% പെൺകുട്ടികളാണ്. 1990കളിലെ ഗവൺമെന്റ് സംരംഭങ്ങളുടെ ശക്തമായ ലിംഗപരമായ ശ്രദ്ധയും അതുപോലെ സ്ത്രീപക്ഷ നയങ്ങളും അതിന്റെ പരിപാടികളും കാരണം എന്താണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പുരോഗമിക്കുകയും അതുപോലെ അവിടെ ലിംഗ വ്യത്യാസങ്ങളൊക്കെ കുറയുകയും ചെയ്തു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് മതം എന്നതാണ്. അതായത് ഇത് ഏറ്റവും ലളിതമായ തലത്തിൽ മതം എന്നത് എന്താണ് അമാനുഷിക ശക്തിയിലുള്ള ഒരു വിശ്വാസമാണ് എന്നതാണ്. മതം എന്നത് സമീപകാലത്തുണ്ടായ ആവിർഭാവത്തിന്റെ ഒരു പ്രകടനമല്ല അല്ലെങ്കിൽ ഒരു പ്രതിഭാസമല്ല. അത് എന്താണ് കാലഹരണപ്പെട്ട ഒരു വിശ്വാസമാണ് അല്ലെ. കൂടാതെ ചരിത്രം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മനുഷ്യനൊരു മതജീവിയായിരുന്നു എന്ന് സാമൂഹിക ചിന്തകരൊക്കെ കണക്കാക്കുന്നു. മതം എന്നത് എന്താണ് ഒരു സാർവത്രിക പ്രതിഭാസമാണെങ്കിലും അതെന്താണ് പല മനുഷ്യരും അതായത് പല വ്യത്യസ്ത ആളുകൾ അതിനെ വ്യത്യസ്ത തരമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി എമിലി ഡർക്കീമിന്റെ തന്റെ എലിമെന്ററി ഓഫ് ദ റിലീജിയസ് ലൈഫ് എന്ന പുസ്തകത്തിൽ മതത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: മതം എന്നാൽ പവിത്രമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും വേർതിരിക്കുന്നതും വിലക്കപ്പെട്ടതുമായ കാര്യങ്ങളുടെ ഒരു ഏകീകൃത വ്യവസ്ഥയാണ് എന്നാണ് എമിലി ഡർക്കീമിന്റെ അഭിപ്രായത്തിൽ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല മതങ്ങളിലും ചില മതപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്ത്രീകളെ വിലക്കുന്ന തരത്തിൽ മതത്തിലേക്ക് പുരുഷാധിപത്യ സങ്കല്പങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വിലക്കുകൾ അവരുടെ ആർത്തവത്തെ അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു. അതിനാൽ തന്നെ ആത്മീയമായാലും ഭൗതികമായാലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് പങ്കാളികളാകാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് ഈ പറയുന്ന മതവും പുരുഷാധിപത്യവും തമ്മിലുള്ള ബന്ധം സമഗ്രമായി നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. മതം പുരുഷാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തായിട്ടുള്ള മാർഗം എന്നത് മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക എന്നതാണ്. അതായത് ത്രൂ റിലീജിയസ് സ്ക്രിപ്ചർ ഓർ ടീച്ചിങ്സ്. അതായത് ഇതിൽ വിവിധ മതങ്ങളിൽ ഉടനീളം ഉള്ള പല മതപഠനങ്ങളിലും എന്താണ് വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും അതുപോലെ പ്രസവിക്കുന്നതിനുമുള്ള പങ്ക് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള റോളുകൾ എന്താണ് ക്രിയാത്മകമായും അനിവാര്യമായും അവതരിപ്പിക്കപ്പെടുമ്പോൾ അവ സമൂഹത്തിലെ ലിംഗ മാനദണ്ഡങ്ങളെയും പുരുഷാധിപത്യ അധികാര ഘടനകളെയും ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ദൈവിക സന്ദേശങ്ങളുടെ സ്വീകർത്താക്കളും വ്യാഖ്യാതാക്കളും പ്രേക്ഷകരും എന്ന നിലയിലാണ് പുരുഷന്മാർ പ്രബലരായത്. അതേസമയം സ്ത്രീകൾ പ്രധാനമായും അധ്യാപനങ്ങളുടെ നിഷ്ക്രിയ സ്വീകർത്താക്കളും മതപരമായ ആചാരങ്ങളുടെ തീവ്രമായ പരിശീലകരുമായി തുടരുന്നു എന്നതാണ്. അടുത്തതായി പറയുന്നത് ത്രൂ റിലീജിയസ് പ്രാക്ടീസസ്. മതപരമായ അനുഷ്ഠാനങ്ങളിലൂടെ എങ്ങനെയാണ് മതം പുരുഷാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ്. അതായത് ഇവിടെ പല മതങ്ങളിലും എന്താണ് ആർത്തവവും അല്ലെങ്കിൽ ഗർഭധാരണവും അശുദ്ധമോ ദൈവികമല്ലാത്തതോ ആയി കണക്കാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇസ്ലാമിലാണെങ്കിൽ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ഖുർആൻ തൊടാനായിട്ട് അനുവാദമില്ല. അതുപോലെ തന്നെ ഹിന്ദു മതത്തില് ആർത്തവമുള്ള സ്ത്രീകൾക്ക് എന്താണ് ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശിക്കാൻ പാടില്ല, അനുവാദമില്ല. അതുപോലെ വിധവകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ട് ശവകുടീരങ്ങളിൽ എന്താണ് സ്വയം തീ കൊളുത്തുന്ന സതി എന്ന സമ്പ്രദായം നൂറ്റാണ്ടുകളായി തഴച്ചു വളർന്നു വന്നിരുന്ന ഒന്നു ആണ്.
ഇതിനൊക്കെ കാരണം എന്താണ്? അത് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുടെ അസ്തിത്വത്തിന്റെ നിരർത്ഥകതയെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് മതസംഘടനകളുടെ ഘടനയിലൂടെയാണ്, അതായത് ത്രൂ ദ സ്ട്രക്ചർ ഓഫ് റിലീജിയസ് ഓർഗനൈസേഷൻസ്. ഇവിടെ ചില മതസംഘടനകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ സ്ത്രീകൾ ഉണ്ടെങ്കിലും അവർ തീർച്ചയായും നിയമത്തെക്കാൾ എന്താണ് അപവാദമാണ്. പൗരോഹിത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മതഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിന്നോ സ്ത്രീകളെ ഒഴിവാക്കുന്നത് മതപരവും സാമൂഹികവുമായ ജീവിതത്തിൽ സ്ത്രീകളെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നതിന് ഒരു ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കും. അടുത്തതായി വരുന്നത് ഏകദൈവ മതങ്ങൾ, അതായത് ത്രൂ മോണോതെയിസ്റ്റിക് റിലീജിയൻസിലൂടെയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഏകദൈവ മതങ്ങളായ യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, സിഖ് മതം തുടങ്ങിയവയൊക്കെ പുരുഷാധിപത്യവും അതുപോലെ ലിംഗവിവേചനപരവുമായ കാതൽ നിറച്ച സർവശക്തിയുള്ള പുരുഷ ദൈവങ്ങളുള്ള വിശ്വാസങ്ങളുടെ വികസനമാണ് എന്നതാണ്. മറ്റു ചില വിശദാംശങ്ങളിലൂടെ കടക്കുമ്പോൾ മതത്തിലെ പുരുഷാധിപത്യ സങ്കല്പങ്ങൾ കാരണം സ്ത്രീകളെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ലൈംഗികമായും ഒക്കെ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പുരുഷാധിപത്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും കയറുന്ന ഒന്നാണ്. അപ്പൊ അത് സ്ത്രീകളെ ബാധിക്കുന്നത് പോലെ പുരുഷന്മാരെയും വേദനിപ്പിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ്. രാഷ്ട്രീയം എന്നത് മതത്തെ ബഹുജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് സാംസ്കാരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സാംസ്കാരിക മനോഭാവത്തിന്റെ അനന്തര ഫലങ്ങളുടെ ആഘാതങ്ങളൊക്കെ ആരാണ്? സ്ത്രീകളാണ് കൂടുതലായിട്ടും വഹിക്കുന്നത്. പുരുഷാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതത്തിന്റെ അധികാരത്തിന് ഇത്തരത്തിലുള്ള അധികാരങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ പരിവേഷണം ചെയ്യുകയാണെങ്കിൽ മതത്തിന്റെ യഥാർത്ഥ സത്യയെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ഒരു പരിഹാരം. അതായത് ലോകത്തിലെ പല മതങ്ങളും മതത്തിൽ സ്ത്രീയുടെ പങ്കിനെ വ്യക്തമായിട്ട് അടിച്ചമർത്തുന്നില്ല. അതിനാൽ തന്നെ മതത്തിന്റെ യഥാർത്ഥ സത്ത അനാവരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി രണ്ടാമതായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നതാണ് മറ്റൊരു പരിഹാരം. ഇവിടെ ആർട്ടിക്കിൾ 44, അതായത് ഏകീകൃത സിവിൽ കോഡ് UCC അനുസരിച്ച് ഇന്ത്യയിൽ ആകെ ഒറ്റ നിയമം രൂപീകരിക്കണം. അതായത് ദത്തെടുക്കൽ, വിവാഹമോചനം, അനന്തരാവകാശം, വിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ അത് എല്ലാ സമൂഹങ്ങൾക്കും ബാധകമായിരിക്കണം എന്നതാണ്. ഇന്ത്യൻ പ്രദേശത്തെ ഉടനീളമുള്ള പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ സംസ്ഥാനം ശ്രമിക്കണം എന്നാണ് ഭരണഘടനയുടെ ഈ സിവിൽ കോഡിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ വ്യക്തിഗത നിയമങ്ങളുടെ ക്രോഡീകരണമാണ് മറ്റൊരു പരിഹാരം. ഇവിടെ എല്ലാ വ്യക്തി നിയമങ്ങളുടെയും ക്രോഡീകരണമാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതിലൂടെ അവയിലൊന്നിലെ മുൻവിധികളെയും സ്റ്റീരിയോടൈപ്പുകളും വെളിച്ചത്ത് വരികയും ഭരണഘടനകളുടെ മൗലികാവകാശങ്ങളുടെ തുമ്പിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആറാമതായിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിയമം എന്നതാണ്. അതായത് ഓരോ സമൂഹത്തിനും അതിൻ്റെതായ നിയമവ്യവസ്ഥയുണ്ട്. അപ്പൊ നീതി നിർവഹണത്തിൽ ഭരണകൂടം അംഗീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന തത്വങ്ങളുടെയും നിയമങ്ങളുടെയും ഒരു കൂട്ടമാണ് നിയമം എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ നയിക്കുകയും അതുപോലെ സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗരേഖ കൂടിയാണ് നിയമം എന്ന് പറയുന്നത്. ഈ നിയമം എന്നാൽ അധികാരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർക്ക് അവരുടെ പെരുമാറ്റത്തിന്റെ കാഠിന്യത്തെ അടിസ്ഥാനമാക്കിയാണ് ശിക്ഷകളൊക്കെ നൽകുന്നത്. അതുപോലെ തന്നെ ഡ്യൂഗിറ്റിന്റെ അഭിപ്രായത്തിൽ നിയമം അടിസ്ഥാനപരമായും പ്രത്യേകമായും സാമൂഹിക വസ്തുതയാണ് എന്നാണ് ഡ്യൂഗിറ്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നിയമത്തെ അനുമാനിക്കുന്നത്. ഇന്ത്യയിലെ ലിംഗ അസമത്വത്തിന്റെ യാഥാർത്ഥ്യം എന്നത് വളരെ സങ്കീർണവും വൈവിധ്യപൂർണമായ ഒന്നാണ്. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും രാഷ്ട്രീയങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനും പ്രധാനമർഹിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 എന്നിവ സ്ത്രീകൾക്ക് തുല്യ വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 73, 74 എന്നീ ആർട്ടിക്കിളുകൾ ഭരണഘടനാ ഭേദഗതികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 33% സംവരണം നൽകുകയും
അതിലൂടെ സർക്കാർ നിരവധി പദ്ധതികളും സംരംഭങ്ങളും ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ലിംഗസമത്വത്തിനായി ഗവൺമെന്റ് ഇതുവരെ വിവിധ സംരംഭങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ നിയമവ്യവസ്ഥകളെ കുറിച്ച് ഒരു സംക്ഷിപ്ത വിവരണം നടത്തുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് 1973 തുല്യവേതന നിയമനമാണ്. അതായത് ഒരു വിവേചനവും ഇല്ലാതെ സമാന സ്വഭാവമുള്ള ഒരേ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അസംഘടിത മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അതായത് അത്തരത്തിലുള്ള ഈ നിയമങ്ങൾ അസംഘടിത മേഖലകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് 2008 സർക്കാർ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം നടപ്പിലാക്കുകയും ചെയ്തു. രണ്ടാമതായി വരുന്നത് 1961 മെറ്റേണിറ്റി ബെനഫിറ്റ് ആക്ട് ആണ്. ഇതിൽ പ്രസവത്തിന് മുമ്പും ശേഷവും ഒരു നിശ്ചിത കാലയളവിലേക്ക് ചില സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിനെ നിയന്ത്രിക്കുകയും പ്രസവവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്യുന്നു. അടുത്തതായി വരുന്നത് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ തടയുക, നിരോധിക്കുക, അതിന് പരിഹാരം കാണുക തുടങ്ങിയതിനുള്ള നിയമങ്ങളാണ്. ഇതിൽ 2013 നിലവിൽ വന്നത് 2013 ഇത് എല്ലാ സ്ത്രീകളെയും അവരുടെ പ്രായം കണക്കിലെടുക്കാതെ തന്നെ പരിരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായി വരുന്നത് 1956 ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമമാണ്. ഇത് 14-ാം വകുപ്പാണ് ഈ ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം വരുന്നത്. സ്ത്രീകളെ അവരുടെ സ്വത്തുക്കളുടെ സമ്പൂർണ്ണ ഉടമസ്ഥരാക്കുന്നു. കുടുംബത്തിന്റെ അനന്തരാവകാശം സംബന്ധിച്ച് സ്ത്രീകൾക്ക് തുല്യ അവകാശം നൽകുന്നതിനായിട്ട് 2005 ഈ നിയമം ഭേദഗതി ചെയ്തത്. ഇനി ഏഴാമതായിട്ട് വരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ ഇന്നത്തെ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത പൈതൃക മാധ്യമങ്ങൾ മുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ വരെ സമൂഹത്തിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പങ്കിനെ കുറിച്ച് നമ്മുടെ ധാരണകളെയും ആശയങ്ങളെയും ഇപ്പോഴും വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ നമ്മൾ ഇതുവരെ കണ്ടത് മാധ്യമങ്ങൾ ലിംഗ അസമത്വം നിലനിർത്തുന്ന പ്രവണതയാണ്. ചെറുപ്പം മുതലേ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകൾ കുട്ടികളെ സ്വാധീനിക്കുകയും സമൂഹത്തിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് അതിലൂടെ സമൂഹത്തിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആനുകാലിക സംഭവങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാഖ്യാനത്തിനുള്ള ചട്ടക്കൂടുകൾ നൽകുന്നു. വിവിധ വിഷയങ്ങളിൽ പൗരന്മാരെ അണിനിരത്തുന്നു. പ്രബലമായ സംസ്കാരത്തെയും സമൂഹത്തെയും പുനർനിർമ്മിക്കുകയും വിനോദിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാന ഘടകമാകാനായിട്ട് കഴിയും. ദൈനംദിന മാധ്യമങ്ങളിലും സ്റ്റീരിയോടൈപ്പുകൾ വളരെ വ്യാപകമായാണ് കണ്ടുവരുന്നത്. സ്ത്രീകൾ പലപ്പോഴും വീട്ടുജോലിക്കാരായും കുടുംബത്തെ പരിപാലിക്കുന്നവരായും പുരുഷന്മാരെ ആശ്രയിക്കുന്നവരോ ശ്രദ്ധാ കേന്ദ്രങ്ങളായോ ചിത്രീകരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. പുരുഷ റിപ്പോർട്ടർമാർ ഫയൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീ റിപ്പോർട്ടർമാരുടെ കഥകൾ സ്റ്റീരിയോടൈപ്പുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സാധ്യതകളൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സമൂഹത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റോളുകളെ കുറിച്ചുള്ള അസന്തുലിതമായ കാഴ്ചപ്പാടാണ് അവരെ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ ഒരേ സമയം സാമൂഹിക ലോകത്തെ പ്രതിഫലിപ്പിക്കുകയും പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നുവെന്ന് മാധ്യമ ഗവേഷകരൊക്കെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാവുന്നത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലെ ലിംഗഭേദ മുഖ്യധാര എന്നാണ്. ഇവിടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും താല്പര്യങ്ങളും ആശങ്കകളും കണക്കിലെടുത്തിട്ട് നയരൂപീകരണത്തിനുള്ള ഒരു പ്രധാന സമീപനമാണ് ജെൻഡർ മെയിൻ സ്ട്രീമിംഗ്, ലിംഗഭേദ മുഖ്യധാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1985 നെയ്റോബി വേൾഡ് കോൺഫറൻസിലാണ് ലിംഗഭേദ മുഖ്യധാര എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. 1995 ബീജിംഗിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ 4ാമത് UN വേൾഡ് കോൺഫറൻസിൽ സ്വീകരിച്ച ബീജിംഗ് പ്ലാറ്റ്ഫോം വഴി അന്താരാഷ്ട്ര ലിംഗസമത്വ നയത്തിലെ ഒരു തന്ത്രമായിട്ട് ഇത് സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എല്ലാ തലങ്ങളിലും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായാണ് ഇതിനെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ലിംഗസമത്വ കാഴ്ചപ്പാട് നയങ്ങള്, പ്രോഗ്രാമുകള്, പ്രോജക്റ്റുകള് എന്നിവയുടെ എല്ലാ ഘട്ടങ്ങളിലും തലങ്ങളിലും
സമന്വയിപ്പിക്കുക എന്നതാണ് ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോളിസികൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലൊക്കെ പ്രോജക്റ്റുകളിലൊക്കെ രൂപകൽപ്പന ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവ നടപ്പിലാക്കുമ്പോഴും വിലയിരുത്തുമ്പോഴൊക്കെ ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കുക എന്നതാണ് ലിംഗപരമായ മുഖ്യധാരയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. ചിലപ്പോഴൊക്കെ മറഞ്ഞിരിക്കുന്ന ലിംഗ അസമത്വങ്ങൾ പരിഹരിക്കാനാണ് ലിംഗ മുഖ്യധാര പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ ഇത് ലിംഗഭേദം, സമത്വം എന്നിവ കൈവരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായാണ് കണക്കാക്കപ്പെടുന്നത്. രാഷ്ട്രീയ ഇച്ഛാശക്തി, ലിംഗസമത്വ പ്രശ്നങ്ങളോടുള്ള പ്രതിബദ്ധതയും അവബോധവും, അറിവ്, വിഭവങ്ങൾ, വൈദഗ്ധ്യം ഉൾപ്പെടെയുള്ള വിവരങ്ങളുടെ ലഭ്യത എന്നിവ പോലുള്ള ശരിയായ ലിംഗധാര മുഖ്യധാര ഉറപ്പാക്കാൻ മറ്റ് ഘടകങ്ങളും ഒരുപോലെ തന്നെ പ്രധാനമാണ്. ലിംഗഭേദ മുഖ്യധാര എന്നത് എല്ലാ അഭിനേതാക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്നത് മാത്രമല്ല, എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ നയമേഖലകളിലും പ്രസക്തമായ ഒന്നുമാണ് ഈ ഒരു ലിംഗഭേദ മുഖ്യധാര എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായി അഭിസംബോധന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലിംഗഭേദ മുഖ്യധാര സമൂഹം മാറ്റുന്നതിനുള്ള ഒരു വലിയ സാധ്യതയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരിവർത്തന സമീപനമായിട്ടൊക്കെ മാറുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു മെയിൻ സ്ട്രീമിങ്, ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എന്നത് ഒരു ദീർഘകാല തന്ത്രമാണ്. ഇത് ഓരോ ഘട്ടവും ഈ സമീപന മാറ്റത്തിലേക്ക് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇതെന്താണ് പൂർണ്ണമായും സ്വയമേവ നയരൂപീകരണത്തിൽ സംയോജിപ്പിക്കുന്നതിന് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ ഒരു ലിംഗഭേദ മുഖ്യധാര എന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മിക്ക സാമൂഹിക മാനദണ്ഡങ്ങളുടെയും ഉത്തരവുകളുടെയും പ്രധാന ഘടകം എന്നത് ലിംഗഭേദമാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പല ലോകമതങ്ങളും പുരുഷാധിപത്യ ബന്ധങ്ങൾക്ക് ശക്തമായ ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും ഇത് ഒരു സാർവത്രിക ആശയമല്ല. ചില മതവിഭാഗങ്ങൾ അധികാര ശ്രേണിയേക്കാൾ സ്ത്രീ ബഹുമാനത്തിനും സഹകരണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ കൂടുതലും ജെൻഡർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും മനസ്സിലാക്കിയത്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്ന ഈ ഒരു ജെൻഡർ രൂപീകരണത്തിന് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമൂഹത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും നമ്മൾ ഇവിടെ പഠിച്ചത്. അതിൽ വരുന്നതാണ് കുടുംബം, അതുപോലെ മീഡിയ, വിവാഹം, അതുപോലെ തന്നെ കുട്ടികളിലെ ലിംഗനിർമ്മാണം, അതുപോലെ തന്നെ മറ്റ് വിവാഹം പോലുള്ള കാര്യങ്ങള്, പിയർ ഗ്രൂപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോ ഇതെല്ലാം ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർ ലിംഗഭേദത്തെ പഠനത്തെ എങ്ങനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചട്ടക്കൂടുകൾ തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ലിംഗഭേദ മുഖ്യധാര അതുപോലെ ലിംഗ നിർമ്മാണം അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം അല്ലെങ്കിൽ ലിംഗനയം, സമത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.